പ്രിയപ്പെട്ടവരെ, ചെകുത്താനും കടലും നടുക്കെന്ന് കേട്ടിട്ടുണ്ടോ? മുമ്പിലും പുറകിലുമൊക്കെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയെക്കുറിച്ച് മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലാണിത്. ദൈവത്തിന്റെ ദാസനായ മോശയും ഒരിക്കൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയി. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ 40 ലക്ഷത്തോളം വരുന്ന താൻ നയിച്ചുകൊണ്ട് വരുന്ന ജനത്തെ പിടിക്കുവാൻ വേണ്ടി വരുന്ന ഫറവോയും സംഘവും. ഈ ഒരു അവസരത്തിൽ മോശ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മോശ, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ ഇങ്ങനെ നീട്ടുക എന്ന് പറഞ്ഞു. മോശ തൻ്റെ കൈവശം ഇരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ അത് വിഭാഗിക്കപ്പെടുവാനിടയായിത്തീർന്നു. തൻ്റെ കയ്യിലെ വടിയുടെ ശക്തി കൊണ്ടല്ല ആ നിറഞ്ഞു കവിയുന്ന ചെങ്കടൽ വിഭാഗിതമായത്, മറിച്ച് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചപ്പോഴാണ്. താൻ ചെയ്യാനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ, താൻ വിശ്വാസത്താൽ ചുവട് വെക്കുവാനുള്ള കാര്യം ചുവട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പുറകിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ചെയ്യാനുള്ള കാര്യം നാം ചെയ്യാൻ തയ്യാറായാൽ, വിശ്വാസത്തോടെ അടഞ്ഞു കിടക്കുന്ന മേഖലയിൽ, മുന്നോട്ട് വഴി അടഞ്ഞു കിടക്കുന്ന മേഖലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തോടെ ഉറച്ച ചുവടുകളെ വെച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ പുറകിൽ വലിയ ദൈവപ്രവൃത്തികളെ വെളിപ്പെടുവാൻ ഇടയായിത്തീരും.